വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് PSC എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഒക്കെ ഉപകാരപ്പെടും. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് തെറ്റില്ല, നമുക്ക് വായിക്കാനും എഴുതാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഇംഗ്ലീഷിലെ റൂൾസ് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് കോൺകോഡ് എന്നാണ്. ഈ പേര് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇറ്റ്സ് വെരി സിമ്പിൾ. കോൺകോഡ് എന്ന് പറഞ്ഞാലേ സബ്ജക്റ്റ് ആൻഡ് വേർബ് അഗ്രിമെൻ്റ് ആണ്. അതായത് സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ഒരു പൊരുത്തം വേണം. നമ്മൾ എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഒരു പൊരുത്തം വേണം. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സബ്ജക്റ്റിനനുസരിച്ച് വേണം നമ്മൾ വേർബ് വയ്ക്കാൻ. ഇഫ് ദ സബ്ജക്റ്റ് ഇസ് പ്ലൂറൽ, വേർബ് മസ്റ്റ് ബി ഇൻ പ്ലൂറൽ. ഇഫ് ദ സബ്ജക്റ്റ് ഇസ് സിംഗുലർ, ദ വേർബ് മസ്റ്റ് ബി ഇൻ സിംഗുലർ. അതായത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആവണം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആണ്. അതാണ് ഇതിൻ്റെ റൂൾ. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. റീന റൈറ്റ്സ് നീറ്റ്ലി. റീന വൃത്തിയായിട്ട് എഴുതുന്നു. ഇവിടെ എന്താ റൈറ്റ്സ് എന്ന് വെക്കാൻ കാരണം? റീന സിംഗുലർ ആണ്, ഒരാളേ ഉള്ളൂ അല്ലേ. അപ്പോൾ റൈറ്റ്സ് എന്ന് പറഞ്ഞു. ദേ റൈറ്റ് നീറ്റ്ലി. അവർ വൃത്തിയായിട്ട് എഴുതുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് റൈറ്റ് എന്ന് വെച്ചത്? ദേ പ്ലൂറൽ ആണ്, അപ്പോൾ റൈറ്റ്സ് എന്ന് വെക്കാൻ പാടില്ല, എസ് ഫോം വെക്കരുത്. വേർബിൻ്റെ കൂടെ എസ് ഫോം എപ്പോഴാണ് നമ്മൾ വെക്കുക? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ മാത്രമാണ് വേർബിൻ്റെ ഒപ്പം നമ്മൾ എസ് കൂട്ടി വയ്ക്കുള്ളൂ അല്ലേ. അപ്പം ഇങ്ങനെ സബ്ജക്റ്റും വേർബും തമ്മിലൊരു പൊരുത്തമുണ്ടല്ലോ, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ കോൺകോഡ് എന്ന് പറയാം. എന്താണ് കോൺകോഡ്? അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഒരു സെൻറ്റൻസിൽ നമ്മൾ ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ രണ്ടാൾക്കാരോ അല്ലെങ്കിൽ രണ്ട് തിങ്സോ ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ പ്ലൂറലാണ് വെക്കുക വേർബ്. നോക്കൂ, റീന ആൻഡ് രവി റൈറ്റ് നീറ്റ്ലി. റീനയും രവിയും വൃത്തിയായിട്ട് എഴുതുന്നു. ഇവിടെ റൈറ്റ്സ് എന്ന് പറയാൻ പാടില്ല, റൈറ്റ്. ഇവിടെ രണ്ടാളുകളുണ്ട്, പ്ലൂറലാണ്, അപ്പോൾ റൈറ്റ്. ഓക്കെ. എന്നാൽ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. ബ്രെഡ് ആൻഡ് ബട്ടർ നമ്മൾ ആൻഡ് വെച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ പ്ലൂറൽ വെക്കരുത്, അവിടെ സിംഗുലറാണ് വെക്കുക. നോക്കൂ, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫേവറേറ്റ് ഫുഡാണ്, മൈ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയരുത്. എന്താ കാരണം എന്നറിയോ? ഈ ബ്രെഡും ബട്ടറും ഒരു കോമ്പിനേഷനാണ്. ഇതിനൊരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ കണക്കാക്കുക. ഇത് ഒന്നിച്ചല്ലേ നമ്മൾ കഴിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ സിംഗുലർ വേർബാണ് വയ്ക്കുക. ഓക്കെ. പക്ഷേ ഇത് നമ്മൾ ഷോപ്പിൽ വിൽക്കാൻ വയ്ക്കുകയാണെങ്കിൽ അത് പ്ലൂറലായിട്ടാണ് പറയുക. രണ്ടും വെവ്വേറെ അല്ലേ നമ്മൾ വിൽക്കാൻ വയ്ക്കുക. ബ്രെഡ് വേറെ ബട്ടർ വേറെ. അപ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ എന്നാണ് പറയുക. ഇനി നെക്സ്റ്റ് ഇംഗ്ലീഷിൻ്റെ ഒരു റൂളാണ്. കുറച്ച് വാക്കുകൾ ഞാൻ പറയാം, ഇത് ശ്രദ്ധിച്ച് എഴുതുക. ആസ് വെൽ ആസ്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ബിസൈഡ്സ്, ഇൻ അഡീഷൻ ടു. ഈ വാക്കുകളൊക്കെ ഒരു സെൻറ്റൻസിൽ വന്നാൽ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റ് നോക്കണം. ഈ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ വെർബ് വയ്ക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നോക്കൂ. ദ മൂൺ ആസ് വെൽ ആസ് ദ സ്റ്റാർസ് ഗീവ്സ് ലൈറ്റ് അറ്റ് നൈറ്റ്. ദ മൂൺ ആസ് വെൽ ആസ് ദ സ്റ്റാർസ് ഗീവ്സ് ലൈറ്റ് അറ്റ് നൈറ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ ഗീവ്സ് എന്നുള്ള വേർബ് സിംഗുലറായിട്ട് നമ്മൾ വെച്ചത്? ഇവിടെ ഈ സെൻറ്റൻസിൽ ആസ് വെൽ ആസ് എന്നൊരു വാക്കുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചാണ് വെക്കേണ്ടത്. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് എന്താണ്? ദ മൂൺ. ദ മൂൺ ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് ഗീവ്സ് എന്നുള്ള വേർബ് നമ്മൾ സിംഗുലറായിട്ട് വെക്കണം. മനസ്സിലായോ? നെക്സ്റ്റ് എക്സാമ്പിൾ. ദ ടീച്ചർ അലോങ് വിത്ത് ദ സ്റ്റുഡൻസ് ഈസ് പ്രസൻറ്റ്. ദ ടീച്ചർ അലോങ് വിത്ത് ദ സ്റ്റുഡൻസ് ഈസ് പ്രസൻറ്റ്. നേരത്തെ നമ്മൾ പഠിച്ചതേ ഒരു സെൻറ്റൻസിൽ ആൻഡ് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ രണ്ട് സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്ലൂറൽ വെർബ് വയ്ക്കാൻ പഠിച്ചു. പിന്നെ ബ്രെഡ് ആൻഡ് ബട്ടറിൻ്റെ കേസിൽ സബ്ജക്റ്റ് നമ്മൾ ബ്രെഡ് ആൻഡ് ബട്ടർ വന്നാലും സിംഗുലറാണ് വെർബ് വയ്ക്കുക അല്ലേ. ഇപ്പം നമ്മൾ ഒരു സ്പെഷ്യൽ റൂളാണ് പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. അതായത് ഒരു സെൻറ്റൻസിൽ ആൻഡ് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ അതിൽ രണ്ട് സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ആ രണ്ട് സബ്ജക്റ്റിൻ്റെയും മുന്നിൽ മൈ, ഹിസ്, ഹർ, യുവർ, ദെയർ, എ ആൻഡ് ദ ഈ വാക്കുകളായിട്ടുള്ള പൊസസീവ് അഡ്ജക്റ്റീവോ പ്രോനൗണോ ആർട്ടിക്കിളോ ഇതിലേതെങ്കിലും രണ്ട് നൗണിൻ്റെ മുന്നിൽ വന്നാൽ അവിടെ നമ്മൾ വേർബ് പ്ലൂറൽ വെക്കണം. എന്നാൽ ഒരു സബ്ജക്റ്റിൻ്റെ മുന്നിൽ മാത്രമേ ഈ പറയുന്ന വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിലോ അപ്പോൾ വേർബ് സിംഗുലർ വെക്കുക. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. മൈ ഫ്രണ്ട് ആൻഡ് മൈ സിസ്റ്റർ ഹാവ് കം. എൻ്റെ ഫ്രണ്ടും എൻ്റെ സിസ്റ്ററും വന്നിട്ടുണ്ട്. ഇവിടെ ഹാവ് പ്ലൂറൽ വെച്ചു. എന്താ കാരണം? ഇവിടെ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, മൈ സിസ്റ്റർ. രണ്ട് സബ്ജക്റ്റിൻ്റെ മുന്നിലും മൈ എന്നുള്ള വാക്കുണ്ട്. രണ്ടും രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ഹാവ് എന്നുള്ള പ്ലൂറൽ വെച്ചു. നെക്സ്റ്റ് എക്സാമ്പിൾ.
മൈ ഫ്രണ്ട് ആൻഡ് സിസ്റ്റർ ഹാസ് കം. എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള സിസ്റ്റർ വന്നിട്ടുണ്ട്. ഇവിടെ ഹാസ് എന്നുള്ള സിംഗുലർ വെക്കാൻ എന്താ കാരണം? ഇവിടെ രണ്ടാളല്ല, ഇവിടെ ഒരു വ്യക്തിയാ. സിസ്റ്ററും ഫ്രണ്ടും ഒരാൾ തന്നെയാ. അതെങ്ങനെ മനസ്സിലായി? ഇവിടെ ഫ്രണ്ടിന്റെ മുന്നിലാണ് മൈ എന്നുള്ള വാക്കുള്ളത് അല്ലേ? അപ്പൊ സിംഗുലർ വെർബ് വെക്കാം. ഹാസ് കം. നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ. ദ ട്രഷറർ ആൻഡ് ദ സെക്രട്ടറി ഈസ് പ്രസന്റ്. എന്നല്ല പറയാ, പിന്നെ എങ്ങനെ പറയണം? ദ ട്രഷറർ ആൻഡ് ദ സെക്രട്ടറി ആർ പ്രസന്റ്. എന്താ കാരണം? ഇവിടെ സെക്രട്ടറിന്റെയും ട്രഷറിന്റെയും മുന്നിൽ ദ എന്നുള്ള വാക്കുണ്ട്. അപ്പൊ രണ്ടും രണ്ട് വ്യക്തികളാ. അപ്പൊ ഇവിടെ പ്ലൂറലായിട്ട് നമ്മൾ ആർ വെക്കണം. എന്നാൽ നെക്സ്റ്റ് എക്സാമ്പിൾ. ദ ട്രഷറർ ആൻഡ് സെക്രട്ടറി ഈസ് പ്രസന്റ്. ദ ട്രഷറർ ആൻഡ് സെക്രട്ടറി ഈസ് പ്രസന്റ്. അതായത് ഇവിടെ ഈസ് എന്താ വെച്ചേ? ഇവിടെ ട്രഷറിന്റെ മുന്നിൽ മാത്രമേ ഇതാവുള്ളൂ. അതായത് ഒരു സബ്ജക്റ്റിന്റെ മുന്നിൽ മാത്രമേ ഇതേ വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് വെക്കണം? സിംഗുലർ വെർബാണ് വെക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.